കാർബോഹൈഡ്രേറ്റുകൾ വെട്ടിക്കുറയ്ക്കുന്നത് എല്ലാവർക്കുമുള്ള ഏറ്റവും നല്ല സമീപനമായിരിക്കില്ല. കാരണം ഇത് നിരവധി നെഗറ്റീവ് പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും. നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാതിരിക്കാനുള്ള 6 കാരണങ്ങൾ ഇവയൊക്കെയാണ്. അവശ്യ പോഷകങ്ങളുടെ അഭാവം. മിക്ക ഭക്ഷണങ്ങളിലും കാർബോഹൈഡ്രേറ്റുകൾ കാണപ്പെടുന്നു. അവ ഒഴിവാക്കുന്നത് വിറ്റാമിനുകൾ, ധാതുക്കൾ, നാരുകൾ തുടങ്ങിയ അവശ്യ പോഷകങ്ങളുടെ അഭാവത്തിലേക്ക് നയിച്ചേക്കാം. ആരോഗ്യകരമായ കാർബോഹൈഡ്രേറ്റുകൾ മെറ്റബോളിസം, ദഹനം, രോഗപ്രതിരോധ ആരോഗ്യം എന്നിവയെ പിന്തുണയ്ക്കുന്നു. ആരോഗ്യമുള്ള അസ്ഥികൾ, പേശികൾ, തരുണാസ്ഥി, ചർമ്മം, രക്തം എന്നിവയുടെ നിർമ്മാണ ബ്ലോക്കുകളായി പ്രവർത്തിക്കുന്നു. മൂഡ് മാറ്റങ്ങളും വൈജ്ഞാനിക പ്രവർത്തനവും. കാർബോഹൈഡ്രേറ്റുകൾ സെറാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ തലച്ചോറിനെ പ്രാപ്തമാക്കുന്നു. ഇത് മൂഡ് റെഗുലേഷൻ, സ്ലീപ്പ് സൈക്കിൾ, കോഗ്നിഷൻ എന്നിവയിൽ പങ്കുവഹിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നത് സെറാട്ടോണിൻ്റെ അളവ് കുറയുന്നതിനാൽ മാനസികാവസ്ഥ, ഉത്കണ്ഠ, വിഷാദം എന്നിവയ്ക്ക് കാരണമാകും. ശരീരഭാരം കുറയ്ക്കാനുള്ള വെല്ലുവിളികൾ. കുറഞ്ഞ കാർബ് ഭക്ഷണക്രമം പ്രാഥമിക ഭാരം കുറയ്ക്കാൻ ഇടയാക്കുമെങ്കിലും കൊഴുപ്പ് നഷ്ടപ്പെടുന്നതിന് പകരം ജലനഷ്ടവും ഗ്ലൈക്കോജൻ്റെ കുറവുമാണ് ഇതിന് കാരണം. കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് പുനരാരംഭിക്കുമ്പോൾ ശരീരത്തിലെ വെള്ളവും ഗ്ലൈക്കോജനും നിലനിർത്താൻ കഴിയുന്നതിനാൽ ദീർഘകാല കാർബോഹൈഡ്രേറ്റ് നിയന്ത്രണം ശരീരഭാരം വീണ്ടെടുക്കാൻ ഇടയാക്കും. ദീർഘകാല ആരോഗ്യ അപകടങ്ങൾ. ദീർഘകാല കാർബോഹൈഡ്രേറ്റ് നിയന്ത്രിത ഭക്ഷണക്രമം വൃക്ക തകരാറുകൾ, ഓസ്റ്റിയോപൊറോസിസ്, ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വളരെ കുറഞ്ഞ കാർബ് ഭക്ഷണക്രമം പോഷകാഹാര കെറ്റോസിസിന് കാരണമാകും. ഇത് യൂറിക് ആസിഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും നിലവിലുള്ള ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാക്കുകയും ചെയ്യും. കാർബോഹൈഡ്രേറ്റ് രഹിത ഭക്ഷണക്രമം നിലനിർത്തുന്നതിനുള്ള ബുദ്ധിമുട്ട്. ദീർഘകാലത്തേക്ക് കാർബോഹൈഡ്രേറ്റ് രഹിത അല്ലെങ്കിൽ കുറഞ്ഞ കാർബ് ഭക്ഷണക്രമം പാലിക്കുന്നത് വെല്ലുവിളിയാകും. കാരണം നിങ്ങളുടെ ഭക്ഷണശീലങ്ങളും ജീവിതശൈലിയിലും കടുത്ത മാറ്റങ്ങൾ ആവശ്യമായി വന്നേക്കാം. കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് പരിമിതപ്പെടുത്തുമ്പോൾ അത്തരം ഭക്ഷണക്രമം നിലനിർത്തുന്നത് സാമൂഹികമായ ഒറ്റപ്പെടലിലേക്ക് നയിച്ചേക്കാം. അത്ലറ്റിക് പ്രകടനം. ചില അത്ലറ്റുകൾ കുറഞ്ഞ കാർബ് ഭക്ഷണക്രമത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെങ്കിലും ഉയർന്ന കാർബ് ഭക്ഷണക്രമത്തിൽ അവർ മികച്ച പ്രകടനം കാഴ്ചവെക്കില്ലെന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. മിക്ക ആളുകൾക്കും മിതമായ അളവിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ സമീകൃതാഹാരം അത്ലറ്റിക് പ്രകടനത്തിന് അത്യന്താപേക്ഷിതമാണ്. കാർബോഹൈഡ്രേറ്റ് വെട്ടിക്കുറയ്ക്കുന്നത് എല്ലാവർക്കും മികച്ച സമീപനമായിരിക്കില്ല. കാരണം ഇത് പോഷകാഹാരക്കുറവ്, മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ, ശരീരഭാരം കുറയ്ക്കൽ വെല്ലുവിളികൾ, ദീർഘകാല ആരോഗ്യ അപകടങ്ങൾ, ഭക്ഷണക്രമം പാലിക്കുന്നതിൽ ബുദ്ധിമുട്ട് അത്ലറ്റിക് പ്രകടനത്തെ ബാധിക്കാനിടയുണ്ട്. ഭക്ഷണക്രമം തിരഞ്ഞെടുക്കുമ്പോൾ വ്യക്തിഗത ആവശ്യങ്ങളും മുൻഗണനകളും പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. If you love to watch this video, you can like, share and subscribe.